ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, കല്യാണമുണ്ട്. അപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ്, രാവിലെ എന്ന് പറയുമ്പോൾ ഒരു സമയം ഇപ്പം എത്രയാണെന്ന് പറയാം, 10:30. രാവിലെ എണീറ്റ് കുടിച്ചൊരുങ്ങി ഫ്രഷ് ആയിട്ടുണ്ട്. കൊച്ചുമായിട്ട് അടിയിലോട്ട് പോയി. കൊച്ചു ഇങ്ങനെ കരച്ചിൽ കാരണം അടിയിലോട്ട് പോയി. അപ്പോൾ റെഡിയായിട്ട് അടിയിലോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. കൊച്ചാക്കൊരു കണ്ട് ഒതുങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഭയങ്കര കരച്ചില്, ഞാൻ ഉറക്കിയിട്ട് രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇടുകയും ഇഡ്ഡലിയും മുളകേറിയും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം. ഇഡ്ഡലിയും മുളകേറി, ഇഡ്ഡലിയും മുളക് കറിയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. മുളക് ചേർക്കറി, സാമ്പാർ, ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്. സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് വന്നിട്ട് കല്യാണമുണ്ട്. കല്യാണത്തിന് പോകണം. അപ്പോൾ കഴിച്ചൊതുങ്ങി ഇറങ്ങാന്നൊക്കെ കാണിച്ചു. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് സാരി എടുത്തിട്ടുണ്ട്. ഇതേ ഞാൻ ഷർട്ട് ജീൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയിട്ട് വരാം ഗൈസ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെ കാണിക്കാം. നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ, രക്ഷയില്ല. എന്തായാലും പോയിട്ട് വരാം. റോഡൊക്കെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഷിയ വണ്ടി കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. എന്തായാലും വരട്ടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യുക. എൻ്റെ പെണ്ണുള്ളിയ ഭയങ്കര വെയിൽ കേട്ടോ. കല്യാണമായിട്ട് വന്നിട്ടുണ്ട്. ചെറുക്കം വന്നില്ല, ചെറുക്കം വരാൻ പോകുന്നത്. ഇട്ടോ അറേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തോ. നീ കഴിക്കാനും കൊടുത്തു. ഇനി ഹഗ് ചെയ്തോ നിങ്ങൾ വന്നില്ലേ? ഇപ്പറ സൈഡ് ഓക്കെ. അപ്പോൾ അത് ജഹാസും ദുവാക്ക് വന്നിട്ട് ദുവാ മിഠായി കേട്ടാണ് കല്യാണം കഴിക്കുന്നത്. ജംസി എന്നല്ലേ ബിരിയാണി ഞാൻ കണ്ടിട്ടില്ല. അതോ പിള്ളേർ ഗൈസ്. നാൻ വന്നു പിന്നെ ബിരിയാണി. അപ്പോൾ ഗൈസ്, നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ബിരിയാണി ഒന്ന് ഒഴിവാക്കി സദ്യ കഴിക്കാന്ന് പറഞ്ഞു. ബിരിയാണി വൈകിട്ട് കഴിക്കാം ഗൈസ്. ഒരു രസമില്ല. അപ്പം നമ്മൾ മൂഡ് വന്നിട്ട് വൈകിട്ട് ബിരിയാണി കഴിക്കും. മൂഡായിട്ടൊക്കെ വന്നിട്ട് ബിരിയാണി കഴിക്കും. അവരുടെ സദ്യ ഉണ്ടാവും. സദ്യ കഴിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഗൈസ്. നമ്മൾ സദ്യ എടുക്കണം എന്നുണ്ട്. സദ്യേൻ്റെ കൂടെ ബിരിയാണി എടുക്കണം എന്നുണ്ട്. കല്യാണ വീട്ടിൽ വന്നിട്ട്
മുരിഞ്ഞ പപ്പടം കഴിച്ചു. കഴിച്ചു ചോദിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും. ഗൈസ് കല്യാണത്തിനൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ചത് വീട്ടിലോട്ടൊന്നും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഞാൻ നേരത്തെ വന്ന് ജസ്റ്റ് റൂമിൽ AC ഒക്കെ ഇട്ടിട്ട് പോയി. AC ഓൺ ആക്കി വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് AC ഓൺ ആക്കി ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തില്ല. ഞാൻ നേരത്തെ വന്നിട്ടിട്ട് അടിയിലോട്ട് പോയി. അപ്പോൾ റൂം കൂടെ എന്താശ്വാസം എന്ന് പറയാം. റൂമിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിന്ന് പിന്നെ ഇതായതുകൊണ്ടാണ് ഓട്ടോ ഓടാൻ പോകാൻ ഓട്ടോ ഓടാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഓട്ടത്തിന് പോയിട്ട് അവിടെ നിന്ന് വെയിലടിച്ച് കഴിഞ്ഞു. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. വടക്കം സുഖം. ഭയങ്കര ചൂട്, രക്ഷയില്ലാത്ത ചൂട് അല്ലേ? സുഖമല്ല ഗൈസ്. അപ്പോഴേ ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയുറക്കം സദ്യയൊക്കെ കഴിച്ച് വന്നിട്ട് ഉറങ്ങിയിട്ട് നമ്മളിത് സദ്യ കഴിച്ചിട്ട് ഒരാൾ കിടക്കുന്നുണ്ടോ നോക്കിയിട്ടിങ്ങനെ. സദ്യയൊക്കെ കഴിച്ചിട്ട് ഒരാളുടെ കിടക്കുന്നുണ്ട്, കയ്യൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ക്ഷീണം. നമ്മൾ പുറത്ത് ഒരു ടീയൊക്കെ കുടിച്ചിട്ട് വൈകിട്ട് റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷൻ കൂടെ കഴിഞ്ഞിട്ട് മാറി കിടന്നുറങ്ങണം, വീണ്ടും ഉറങ്ങണം. അതുവരെ ഇത് കിടന്നുറങ്ങട്ടെ. നമ്മൾ ചായ പിടിച്ചിട്ട് വരുന്നത്, ഇല്ലെങ്കിൽ ഭയങ്കര അലമ്പ്. നമ്മൾ വൈകിട്ട് ബേബീനെ റിസപ്ഷന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെ കാണിച്ചു കിട്ടുമോ, കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ. എന്തായാലും നമ്മൾ താഴത്തോട്ട് ചായ പിടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ചുമ്മാ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. സദ്യ കഴിച്ചതൊന്ന് ദഹിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ. നമ്മൾ സദ്യയും ബിരിയാണിയും കൂടെ മിക്സ് ചെയ്തടിക്കും. ബിരിയാണി സദ്യ ചായ കുടിക്കും. അപ്പോൾ കഴിച്ചത് നമ്മൾ പൂക്കായിൽ ചായ കുടിക്കാണെന്ന് ഇരിക്കുന്നു. അപ്പോൾ ചായ കുടിക്കാനാണ് നമുക്ക് കടിയെടുക്കാം. കടിക്കുമ്പോൾ എടുക്കാൻ പോകും. ഇതാണ് നമ്മുടെ ക്ലമ്പ്. എങ്ങനെയുണ്ട്? ആരും ഇല്ലല്ലേ റോഡിലൊന്നും. ഇനി ഈസ്റ്റർ ആയിട്ട് എല്ലാവരും ഒക്കെ പോയിരിക്കുമായിരിക്കും. ചിലപ്പോൾ എല്ലാവരും ട്രിപ്പ് പോയി കാണും അല്ലേ? ഈ അവധിയൊക്കെ ആയില്ലേ, എല്ലാവരും അടിച്ചു പൊളിക്കുമായിരിക്കും. ബീച്ചിൽ കുറേ പേര് കാണും. ബീച്ചിൽ വെള്ളച്ചാട്ടം വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഒന്ന് പോയി നോക്കണം. വൈകിട്ട് കല്യാണത്തിന് വരാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ റിസപ്ഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. സൂട്ടും കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരാൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗച്ചായും ബ്ലൂ ആണ് ഇട്ടേക്കുന്നത്. ബ്ലൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയിക്കാം. ഇച്ചിരി താമസിച്ചു, അപ്പം നേരെ പോട്ടെ. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ ആഡിറ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കച്ചിമേൽ ആഡിറ്റോർ. കരയാണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി കരഞ്ഞാൽ കളിപ്പാണ്. അഡ്ജസ്റ്റ് ചെയ്ത് സൂത്രമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇരിപ്പുണ്ട്. ഇനി എന്തായാലും അകത്തോട്ട് പോയിട്ട് ആളും ബഹളമൊക്കെ കാണുമ്പോൾ കരയാണ്ടിരുന്നാണ്. എന്തായാലും അകത്തോട്ട് പോട്ടെ. ഫുഡൊക്കെ വല്ലായും ജാസും ദുബായും വരാണ്ട് അവരെയും കൂടെ നോക്കട്ടെ. എന്തായാലും
ഞാൻ ലൈറ്റ് നോക്കുമോ? ഇരിക്കുന്നത് കൊണ്ട് അത് ഭയങ്കര സെറ്റപ്പാ. വീഡിയോഗ്രാഫർ എങ്ങനെയുണ്ട്? നിങ്ങളെന്താ എടുത്തില്ല അവർക്ക് ചോദിച്ച് പറഞ്ഞോട്ടെന്ന് പറഞ്ഞു. വിളിക്കുമല്ല വിളിക്കുമോ? വിളിക്കുക ആദ്യമായിട്ട് കേട്ടോ. വില സാധനമൊക്കെ കൊണ്ടുപോയി ഓട്ടോ ഉണ്ട്. ഭയങ്കര സെറ്റപ്പാ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ദേശീയ എനിക്ക് വാരിത്തന്ന് എന്നിട്ട് ഇത് മുഖത്ത് തിരിച്ചുകൊണ്ട് അങ്ങനെയാണ് സ്വാഭാവികം. കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബേബി ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. നമ്മൾ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നുണ്ട്. നമ്മളങ്ങനെ തരും. നമുക്ക് ബീച്ചിലൊന്ന് പോകണം. ബീച്ചിലല്ല, അവിടെ ഒരു കാര്യം ഒരു കസ്റ്റമറെ കാണാം. അതുപോലെ വേറെ ദിവസം കൊണ്ടുപോകാം. ഇവിടെ അൻസിലും ഇവാനും ബ്രിക് ബേബിയും കൂടെ ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ടാണ് തിരിയാണ്. ഭയങ്കര ഇഷ്ടം വാച്ച്. അൻസിലിൻ്റെ വാച്ചിനകത്ത് കൊണ്ടുപോകും. അപ്പോൾ അതേ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വലിയ കലിപ്പില്ലാണ്ട് കോപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ഇത്ര നേരം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നതാണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നല്ല ചെറിയൊരു മഴക്കോളൊക്കെ വരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. രാവിലെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മളിനി ജസ്റ്റ് പുറത്തോട്ടിറങ്ങും. അവർ പുറകെ വരുന്നുണ്ട്. വല്ലായും ദുബായും ജാസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താക്കോലില്ലാണ്ട് പെട്ട് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ നേരത്തെ വീട്ടിൽ കയറാമെന്നാണ് ഫാനൊക്കെ ഇട്ടിച്ചിരി ഇരിക്കാന്ന് പറഞ്ഞാൽ വന്നപ്പോൾ അതേണ്ട് പെട്ട്. അപ്പോൾ ഇനി എന്തായാലും അവർ വരട്ടെ, വന്നിട്ട് ഇനി വീടിനകത്ത് കയറാൻ പറ്റും. അതൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് വന്നു. വീട്ടിൽ അതൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിനി നേരെ ബീച്ചിൻ്റെ അവിടെയൊക്കെ അടച്ചു നോക്കില്ലടാ. ചിലപ്പോൾ എനിക്കൊരു സോഡാ സർബത്ത് കുടിക്കണമെന്ന് ഭയങ്കര കൊതി. നിന്നെ കട വിളിക്കുന്നത് എനിക്ക് ചുമയായതുകൊണ്ട് എനിക്കൊരു ചായ വേണം. തലേന്ന് നമുക്ക് നേരെ കട്ടനിൽ പോയി ചായ കുടിക്കാം. കട്ടനില്ലേ കൊക്കോളൊക്കെ കുടിക്കുന്നു. കല്യാണ വീട്ടിൽ നിന്ന് വന്നിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി കൊക്കോള. ഞാൻ ചായ പറഞ്ഞു. എനിക്ക് ചുമയായതുകൊണ്ട് ഒട്ടും കട്ടലിലാണ് നമ്മളുള്ളത്. അപ്പം ഞാനൊരു കൊക്കോളയും ഒരു ചായ കുടിക്കുന്ന എടുത്തിട്ട് ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഇരുട്ടത്ത് പോയി. അപ്പം നമ്മളൊരു ചായയും ഒരു കോളയും കൂടെ ബട്ടർ ബണ്ണ് കിട്ടിയില്ല. ഇല്ലെങ്കിൽ ബട്ടർ ബണ്ണ് കിട്ടിയില്ല. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് ഭയങ്കര ചൂട്. നോക്കട്ടെ ഇനി എന്താ വിശേഷം വഴി കാണിച്ചു തരാം. ചിലപ്പം ബീച്ചിലോട്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകും. ബീച്ചിന്റെ വഴി പോയിട്ട് പോകണം. നമ്മളെന്തായാലും ബീച്ചിൻ്റെ അതിലേ പോകും. എന്നിട്ട് കാണിച്ചു. അപ്പോൾ കഴിച്ചത് നമ്മൾ ബീച്ചിൻ്റെ അതിലേ വന്നു. പക്ഷേ ഇപ്പം മണി 11:15 ആയി.
അതുകൊണ്ട് എല്ലാം ഓഫ് ചെയ്തു കണ്ടോ. എല്ലാം ഓഫ് ചെയ്ത് എല്ലാം അടച്ച് ഇനിയിപ്പം ഇനി നാളെ കാണാം. നാളെ എൻ്റെ ഡെയിൻ മൈ ലൈഫ് വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റും. രാത്രി ചിലപ്പോൾ ഇതിൽ വൈകിട്ട് ഒരു ഓട്ടോ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വാട്ടർ ഫോൾസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഇന്നലെ ട്രയൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈസ്റ്ററായിട്ട് ഓപ്പൺ ആക്കി തന്നു അപ്പുറത്ത്. കണ്ട ഇപ്പൊ എല്ലാം ഓഫ് ആയി. 10 മണി വരെ എന്നാണ്. അപ്പൊ ഇന്ന് 11 കാലമായതുകൊണ്ട് ഓഫായതാണ്. നമ്മൾ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഇല്ലടി. ഇത് കണ്ട വാട്ടർ ഇങ്ങനെ ഫോൾസ് കണ്ട. ഇങ്ങനെ നോക്കിയാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ, എന്നാലും അതിലോട്ട് കയറാൻ പറ്റും. നേരത്തെ വരണമെന്ന് ഞാൻ ഓർത്തതായിരുന്നു, പക്ഷെ നമ്മളവിടെ കല്യാണ ഓഡിറ്റോറിയത്തിൽ അവിടെ ഇരിക്കുമായിരുന്നു കുറേ നേരം. അങ്ങനെ കുറേ സമയം പോയി. അപ്പൊ വീട്ടിലോട്ടാണ് നാളെ ചെയ്യാൻ നേരത്തെ വരുവാണെങ്കിൽ ഞാനും കൂടെ വന്നു നോക്കാം. വീഡിയോ അപ്പൊ ഗൈസ് ദേ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞു ഭയങ്കര കരച്ചിലാണ്. കരച്ചിലല്ല, ചുമ്മാ നമ്മൾ കൈയെടുത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ടൊക്കെ പോയി കല്യാണത്തിനൊക്കെ പോയി തീരെ ടയറാണ്. ഇന്ന് ഓട്ടോ ഇറക്കിയില്ലായിരുന്നു. ഇപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഇറങ്ങണം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഉമ്മ ശുക്രമണി